സംസ്ഥാന നേതൃത്വം എന്ന് പറയുമ്പോൾ എം വി ഗോവിന്ദൻ എന്ന കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു നേതാവിനെയാണ്. തന്നെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള ഇ പി ജയരാജൻ അതിനകത്ത് വലിയ തരത്തിലുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് ആത്മകഥയിലൂടെയുള്ള എം വി ഗോവിന്ദനെതിരായ ഒരു വിശദീകരണം നൽകാൻ സാധ്യതയുണ്ട്. കാരണം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലടക്കമുള്ള അതൃപ്തി ഈ പുസ്തകത്തിലൂടെ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ മറ്റൊരു കാര്യം, പി ജയരാജന്റെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് EP യെ ക്ഷണിച്ചിരുന്നു. പക്ഷേ പി ജയരാജനെ ക്ഷണിക്കാത്തതിലും കാര്യമില്ലേ? ഇ പി ജയരാജൻ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് പി ജയരാജനെ ക്ഷണിച്ചതായിട്ടുള്ള വിവരങ്ങളില്ല. പക്ഷേ ഈ പി ജയരാജൻ ഇന്നലെ കണ്ണൂരിലുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. എന്തായാലും പി ജയരാജൻ പങ്കെടുത്തിട്ടില്ല. പി ജയരാജനും ഇ പി ജയരാജനും തമ്മിൽ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരം നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങൾ, ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് വ്യക്തതയില്ല. ആത്മകഥയിലും പി ജയരാജനെ സേഫ് സോണിൽ നിർത്തിക്കൊണ്ടാണ് ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് പി ജയരാജൻ ഇക്കാര്യത്തിനകത്തൊരു വിശദീകരണം നൽകി, ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പി ജയരാജൻ പറയുമ്പോൾ സംസ്ഥാന നേതൃത്വം ഈ വിവാദങ്ങൾ തനിക്കെതിരെ കത്തിപ്പടർന്നപ്പോൾ അതിന് പ്രതിരോധിക്കുന്നതിന് മുന്നോട്ട് വന്നില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു വിശദീകരണം നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ പി ജയരാജനേക്കാൾ കൂടുതൽ എം വി ഗോവിന്ദനെ തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ ഈ ഭാഗത്തൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഇത് മാത്രമല്ല, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലും അദ്ദേഹം പരസ്യമായിട്ട് തന്നെ വിമർശനം ഈ പുസ്തകത്തിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. ഒരു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് ഈ വിഷയത്തിൽ തന്നെ മാറ്റാനുള്ള തീരുമാനമെടുത്തു. പക്ഷേ ആ യോഗത്തിനകത്ത് തനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ ശേഷം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുന്ന കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനം തന്നെ അറിയിച്ചത്. ഇതിനകത്ത് തനിക്ക് വലിയ പ്രയാസമുണ്ടായി. ഇക്കാര്യം താൻ കേന്ദ്ര കമ്മിറ്റി അറിയിച്ചിരുന്നുവെന്നും ഈ മുതിർന്ന നേതാവായിട്ടുള്ള കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവായിട്ടുള്ള ഇ പി ജയരാജൻ തന്നെ ആത്മകഥയിൽ പറയുന്നു. ഏതായാലും പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ ഇത്തരത്തിലാണ്, അല്ലെങ്കിൽ ഈ വലിയ തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഇരുമ്പ് മറകളുള്ള CPM-നകത്ത് നടക്കുന്ന ചർച്ചകൾ ഇത്തരത്തിൽ പരസ്യമായി പ്രസിദ്ധീകരിച്ചതിലും അല്ലെങ്കിൽ പരസ്യപ്പെടുത്തിയതിലും CPM-ന്റെ കണ്ണൂർ നേതൃത്വത്തിലും അതുപോലെ തന്നെ കണ്ണൂരിലുള്ള നേതാക്കന്മാർക്കിടയിലും വലിയ തരത്തിലുള്ള വിമർശനം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഭിന്നത നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം. ധന്യ.